വിത്ത് ആൻഡ് വിത്തൗട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിപ്പോൾ ഭയങ്കര ചർച്ചയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിന്റെ ചരിത്രത്തിൽ 9 ഗോളുകൾ അവർ 2 പ്രാവശ്യം സ്കോർ ചെയ്തപ്പോഴായാലും അണ്ണൻ ടീമിലില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ണൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അവന്മാർ അടിച്ച് പൊളിച്ചിരിക്കും എന്നുള്ളതാണ്. സോ പ്രശ്നം അണ്ണനല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇനി അതല്ലാതെ തന്നെ നമുക്ക് വേറെ രീതിയിലും ചിന്തിക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഒരു ഫാൻ ബോയ് ആണ് അല്ലെങ്കിൽ ഒരു ഫാനാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഇൻ്റർവ്യൂ കൊടുത്ത് എയറിലായതുകൊണ്ട് തന്നെ അണ്ണൻ എന്ത് ചെയ്താലും അപ്പം അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവർ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം യൂസ് ചെയ്യുന്നതും ആവാം. ഒന്നില്ലെങ്കിലും ഈ PS മോർഗനെ പോലുള്ള ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആലോചിക്കേണ്ടതായിരുന്നു. കാര്യം പുള്ളി ഒരു ഫാനാണ് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെയാണോ ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിച്ചിട്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. വിത്ത് ആൻഡ് വിത്തൗട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം എല്ലാവരും പറയുന്നത് റൊണാൾഡോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് വിയോജിപ്പ് വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഫൈനലിൽ സ്പെയിനുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴായാലും ശരി, അല്ലാത്ത മത്സരങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഗോൾ സ്കോർ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യാൻ ഇന്നും പുള്ളിക്കാരന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആർക്ക് ഇങ്ങേരുടെ മുകളിലേക്ക് ഒരാളെ വെക്കാൻ പറ്റും? ടോപ്പ് സ്കോററാണ് മച്ചേനെ, ഓൾ ടൈം ടോപ്പ് സ്കോററാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പോർച്ചുഗലിന് ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടെങ്കിൽ അതൊരു ബേർഡൻ ആണ് എന്ന് ചിന്തിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കുറച്ചൊന്ന് എയറിൽ കയറിയിരിക്കുന്നത് കാരണം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിത്ത് ആൻഡ് വിത്തൗട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹൗ വാസ് പോർച്ചുഗൽ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.